ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആദ്യത്തെ ടോപ്പിക്കിൽ നിന്ന് തന്നെ ഉള്ള ഒരു ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ 5 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമുക്ക് പോവാം. എങ്ങനെയാണ് അതിൻ്റെ ആൻസർ എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ വെദർ ദ റിലേഷൻസ് ആർ ഇൻ ദ സെറ്റ് എ. സെറ്റ് എയിലുള്ള എലിമെൻറ്റ്സ് 1, 2, 3 അപ് ടു 14 വരെ. ഡിഫൈൻഡ് എസ് ആർ. ഈ ആർ എന്ന് പറയുന്നത് റിലേഷൻസ് ആറിനെയാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ ആർ എന്ന് പറയുന്നത് റിയൽ നമ്പറെയാണ്. ഇവിടെ ഈ ആർ എന്ന് പറയുന്നത് റിലേഷൻസ് ആറിൻ്റെ ഒരു സിമ്പലാണ്, അല്ലെങ്കിൽ റിലേഷൻസ് ആറിനെ സൂചിപ്പിക്കുന്ന ഒരു അടയാളമാണ് ആർ. ആ റിലേഷൻസ് ആർ സെറ്റ് ഓർഡർ പെയർ എക്സ് കൊമ വൈ സച്ച് 3x - y = 0. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈസ് റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആണോ എന്നാണ്. ഈ റിലേഷൻസ് ആർ റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആണോ എന്ന്. അപ്പം നമുക്ക് റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റിനെ കുറിച്ച് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതാണ്. എന്നാൽ നമുക്കത് എന്താണെന്നൊന്ന് നോക്കാം. റിഫ്ലെക്സീവ് എന്താണ് കൂടുതൽ നമ്മൾ പറയുന്നില്ല. റിഫ്ലെക്സീവ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ a, belongs to R. For all A belongs to A. ഇതൊരു സിമ്പിളാണ്. ഫോർ ഓൾ എന്ന് എഴുതുന്നതിന് പകരം ഇങ്ങനെ ഒരു സിമ്പിൾ അടയാളപ്പെടുത്താം. ഞാനത് കാണിച്ചെന്നേ ഉള്ളൂ. ചിലർ ഫോർ ഓൾ എന്ന് എഴുതാറുണ്ട്. ഫോർ ഓളിന് പകരം ഇങ്ങനെ ഒരു സിമ്പിൾ ഇടാം. അപ്പൊ എന്താണ് റിഫ്ലെക്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. A, belongs to R. ഫോർ ഓൾ A belongs to A. ഒരു റിലേഷൻസ് ആർ സെറ്റ് എയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെറ്റ് എയിലുള്ള എല്ലാ എലിമെന്റ്സും ഇതുപോലെ സെയിം എലിമെന്റ് ആയിട്ട് റിഫ്ലക്റ്റ് ആയിരിക്കണം. അങ്ങനെ ആവുകയാണെങ്കിൽ ആ റിലേഷനെ റിഫ്ലക്സ് എന്ന് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാം. (1, 1) അടുത്ത് എന്ത് എഴുതാം? 2, 2 ഇങ്ങനെ എഴുതിക്കൊണ്ട് പോകാം. ഇങ്ങനെ എഴുതി പോകാം നമുക്ക്. അപ്പൊ ഇവിടെ ഈ 1, 2 എന്ന് പറയുന്നത് സെറ്റ് എയിലുള്ള എലിമെന്റ് ആയിരിക്കണം. ആ സെറ്റ് എയിലായിരിക്കണം റിലേഷൻസ് ആർ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഈ സെറ്റ് എയിലുള്ള എല്ലാ എലിമെന്റ്സും, അതായത് ഓരോ എലിമെന്റ്സും ആ എലിമെന്റ് ആയിട്ട് തന്നെ റിഫ്ലക്റ്റ് ആയിരിക്കണം. 1, 1, 2, 2 അടുത്ത് 3, 3 4, ഈ സെറ്റ് എയിൽ എന്ത് എലിമെന്റ് ആണോ ആ എലിമെന്റ് നമുക്ക് പരിഗണിച്ചാൽ മതി. ആ സെറ്റ് എയുടെ പുറത്തുള്ള എലിമെന്റ് നമുക്ക് നോക്കണ്ട. അപ്പൊ അങ്ങനെ എല്ലാ എലിമെന്റ്സും ആ എലിമെന്റ് ആയിട്ട് തന്നെ റിഫ്ലക്റ്റീവ് ആവുകയാണെങ്കിൽ ആ റിലേഷനെ നമുക്ക് റിഫ്ലക്സ് എന്ന് പറയാം. അതാണ് ഈ ഫോർ ഓൾ എന്ന് പറയുന്നത്. ഫോർ ഓളിന്റെ സിമ്പിളാണ് ഇത്. ഇതാണ് റിഫ്ലക്സീവിടെ മീനിങ്. എന്താണ് ഒരു റിലേഷൻസ് റിഫ്ലക്സീവ് ആകണമെങ്കിൽ അതിന്റെ കണ്ടീഷൻസ്. ഇനി അടുത്ത് 2, സിമെട്രിക് ആണെങ്കിൽ. സിമെട്രിക് ആണെങ്കിൽ എന്തുവാ? A, B ബിലോങ്സ് ടു ആറിലാണെങ്കിൽ ഇഫ് എന്നാണ്. ഇഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആണെങ്കിൽ, ഉണ്ടെങ്കിൽ. ഇപ്പൊ A, B റിലേഷൻസ് ആറിൽ ഉണ്ടെങ്കിൽ B, A എന്തുവായിരിക്കണം? ആറിൽ ഉണ്ടായിരിക്കണം. ഉണ്ടാകുവാണെങ്കിൽ സിമെട്രി. ഇനി ഇവിടെ ഇല്ലെങ്കിൽ A, B ഉണ്ട് പക്ഷെ B, A ഇല്ലെങ്കിൽ അത് സിമെട്രിക് അല്ല. ഇപ്പൊ ഇവിടെ ഉള്ളത് എന്താന്ന് നോക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇവിടെ (2, 3) റിലേഷൻസ് ആറിൽ ഉണ്ടെങ്കിൽ എന്തുവായിരിക്കണം? ഇപ്പൊ 2, 3 ആറിൽ ഉണ്ട്. ഉണ്ടെങ്കിൽ എന്തുവായിരിക്കണം? സിമെട്രിക് ആകണമെങ്കിൽ 2, 3 ഈ റിലേഷൻസ് ആറിലുണ്ട്. ഈ റിലേഷൻസ് സിമെട്രിക് എന്ന് പറയണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഈ ആറിൽ 3, 2 ഉണ്ടായിരിക്കണം.
2,3 ഉണ്ടെങ്കിൽ, ഇഫ് ആണ് ഇവിടെ, ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? 3,2 ആറിൽ ഉണ്ടായിരിക്കണം. ഉണ്ടാവുകയാണെങ്കിൽ ഈ ആറിനെ എന്ത് പറയാം? സിമെട്രിക് എന്ന് പറയാം. അതർവൈസ് ആർ ഈസ് നോട്ട് സിമെട്രിക്. ഇതാണ് സിമെട്രിക്കിന്റെ ഡെഫിനിഷൻ. ഇനി അടുത്ത് നമുക്ക് ട്രാൻസിറ്റീവിന്റെ ഡെഫിനിഷൻ. അവിടെ ഞാൻ ഈ ഇഫ് എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ഇഫ് ഉണ്ടെങ്കിൽ എ കൊമാ ബി, ബി കൊമാ സി ഈ രണ്ടും ഉണ്ടെങ്കിൽ, എവിടെ? റിലേഷൻ ആറിൽ ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? എ കൊമാ സി ഉണ്ടായിരിക്കണം. ഉണ്ടായെങ്കിലേ ആറ് എന്താകത്തുള്ളൂ? ട്രാൻസിറ്റീവ് ആകത്തുള്ളൂ. ഇനി ഇല്ലെങ്കിലോ? ഇല്ല. ഞാനിവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതി കാണിക്കാം. എ കൊമാ ബി, ബി കൊമാ സി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിയേ. ഈ പെയറിൽ എവിടെയാണോ രണ്ടാമത്തെ നമ്പർ അല്ലെങ്കിൽ രണ്ടാമത്തെ എലിമെന്റ്സ് ബി, ആ ബിന്ന് തന്നെ ആയിരിക്കണം രണ്ടാമത്തെ പെയറിന്റെ തുടക്കം. അങ്ങനെ 2 പെയർ ഉണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെ 2 പെയർ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് 3,4 ഇതൊരു പെയർ. അപ്പൊ അടുത്ത പെയർ എന്തുമായിരിക്കണം? എവിടെ നിന്ന് തുടങ്ങണം? 4 തുടങ്ങണം. 4, ഈവൻ 5 എടുക്കാം. 4,5 3,4 4,5 ഈ ആറിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? എന്തുണ്ടാകണം? ത്രീ കൊമാ 4 4,5 ഈ 2 പെയറും ആറിൽ ഉണ്ടെങ്കിൽ, ഈ ആർ എന്ന് പറയുന്നത് ഈ ട്രാൻസിറ്റീവ് റിലേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് വരണം? ഈ 4 ഇവിടെ 4 തീരുക, അടുത്ത പെയർ 4 തുടങ്ങുന്നത്. അപ്പൊ അത് രണ്ടിൽ നിന്ന് എന്ത് വരണം? 3,5. കണ്ടേ ഇവിടെ നോക്കി, എ കൊമാ ബി, ബി കൊമാ സി ഉണ്ടെങ്കിൽ ബിയും പോയി എന്ത് വരണം? എ കൊമാ സി വരണം. അപ്പൊ ഇവിടെ 4 ബിയുടെ സ്ഥാനത്താണ് 4. അപ്പം 4 പോയി ഈ 2 പെയറും കൂടെ ഒന്നായി ഒറ്റ പെയറായി മാറുക. എന്ത് പെയറാകുന്നു? 3,5 3,5 എവിടെ വരണം? ഈ ആറിൽ വരണം. ഇനി വന്നില്ലെങ്കിലോ? 3,5 വന്നില്ലെങ്കിൽ ട്രാൻസിറ്റീവ് അല്ല. ഇത് രണ്ടും വന്ന് ഇവിടെയാണ്. അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ട വാക്ക്, ശ്രദ്ധിക്കുക. ഇഫ് വന്നെങ്കിൽ. എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്ന ഈ ഇഫ് എന്ന് പറയുന്ന വാക്ക് വളരെ, ആ ഒരു വാക്ക് ശ്രദ്ധിക്കണം. ഇഫ് എന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ, വന്നെങ്കിൽ, ഉണ്ടായെങ്കിൽ, അങ്ങനെ. അപ്പൊ 3,4 4,5 ഉണ്ടായെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഇനി 3,4 ഉണ്ട്, പക്ഷെ 4 തുടങ്ങുന്ന ഒരു പെയർ ഇല്ലെങ്കിൽ നമുക്കത് ബോധർ ചെയ്യേണ്ട, അത് ട്രാൻസിറ്റീവ് ആണ്. ഇവിടെ ഉണ്ടായി, ഇവിടെ ഒരു 2 പെയർ ഇങ്ങനെ 3,4 4, ഇങ്ങനെ എവിടെയാണോ തീരുന്നത് അവിടുന്ന് വേറെ ഒരു പെയർ, അങ്ങനെ പെയർ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു പെയർ ഉണ്ടായിരിക്കണം ആറിൽ. ഉണ്ടാവുകയാണെങ്കിൽ ട്രാൻസിറ്റീവ്, ഇനി ഇല്ലെങ്കിൽ ട്രാൻസിറ്റീവ് അല്ല. ഇവിടെ വന്ന് ഇവിടെ വരാതിരുന്നാൽ ട്രാൻസിറ്റീവ്, ഇവിടെ വന്ന് ഇവിടെ വരികയാണെങ്കിൽ ട്രാൻസിറ്റീവ്. ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ വന്നിട്ടില്ല പെയർ, അങ്ങനെ വന്നില്ലെങ്കിൽ ട്രാൻസിറ്റീവ് അല്ല. ഇതാണ് റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവിന്റെ ഡെഫിനിഷൻസ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, ഒന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാ? ഈ റിലേഷൻസ് ആർ ഈ സെറ്റ് എയിൽ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ റിലേഷൻസ് അതിൻ്റെ 2 ഫോമാണ് പറഞ്ഞിട്ടുള്ളത്, ഓർക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ. ഒരു ഫോം സെറ്റ് ബിൽഡർ, അനദർ ഫോം റോസ്റ്റർ ഫോം. ഇപ്പം എപ്പോഴും സെറ്റ് പഠിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞായിരുന്നു, സെറ്റ് ബിൽഡറിന്റെ വളരെ സിമ്പിൾ ഫോമാണ് റോസ്റ്റർ. അപ്പൊ റോസ്റ്റർ ഫോം ആവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ആ സെറ്റ് ഏത് തരം സെറ്റാണെന്ന്. അതേപോലെ തന്നെ റിലേഷൻസിന്റെ സെറ്റ് ബിൽഡർ ഫോമും ഉണ്ട്, റോസ്റ്ററും ഉണ്ട്. പക്ഷെ റോസ്റ്റർ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ
റിലേഷൻസ് ആറിന്റെ സെറ്റ് ബിൽഡറിൽ നിന്ന് ഞാൻ റോസ്റ്ററിലേക്ക് തിരിക്കുക. എന്താണെന്ന് നോക്കാം. ഇതിന്റെ റോസ്റ്റർ എഴുതാൻ പോകുന്നു. റിലേഷൻസ് ആർ സെറ്റ് അല്ലേ. എക്സ് ആണ് ഈ എലിമെന്റ്സ് അല്ല. എക്സും വൈയും ഈ സെറ്റ് എയിലുള്ള എലിമെന്റ്സ് ആണ്. നമുക്ക് റിലേഷൻസ് ആർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു സെറ്റിലാണ്. അപ്പൊ എക്സും വൈയും ഈ എയിലുള്ള എലിമെന്റ് തന്നെ ആയിരിക്കണം. ഇതിന്റെ പുറത്ത് വരാൻ പാടില്ല. അപ്പൊ ഓരോ എലിമെന്റ് ആയിട്ട് നമുക്ക് ഇടാം. എക്സിന് 1 ഇടുവാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. എക്സിന് 1 ഇടുവാണെങ്കിൽ അതിന്റെ ഒരു കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. 3x - y. അപ്പൊ എക്സിന് പകരം 3 ഇടണം. അപ്പൊ 3 × 1 - y = 0. സോ 3 - y = 0. അതിൽ നിന്ന് y = 3. അതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. 3x - y = 0 ആണ്. അപ്പൊ ആദ്യം നമുക്ക് എക്സിന് 1 ഇടാം. അപ്പൊ എക്സിന് 1 ഇടുവാണെങ്കിൽ 3 × 1 - y = 0. -y അപ്പുറത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയി മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ y = 3. അപ്പൊ ഇത് നമുക്കൊരു പെയർ കിട്ടി. എന്താണ് പെയർ? എക്സിന് 1 ഇടുവാണെങ്കിൽ 1, വൈയുടെ വാല്യൂ എന്ത് വരും? 3. ഇനി അടുത്ത എക്സിന് 2 ഇടുവാണെങ്കിൽ ഇതേ ഇക്വേഷൻ 3x - y ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതാണ് 3x - y ആണ്. അപ്പോൾ എക്സിന് 2 ഇടുവാണെങ്കിൽ 3 × 2 - y = 0. സോ 3 × 2 6. 6 - y = 0. y = 6. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു പെയർ കിട്ടും. എന്താണ് പെയർ? എക്സിന് 2 ഇടുവാണെങ്കിൽ 2, വൈയുടെ വാല്യൂ 6. അതേപോലെ അടുത്ത് നമുക്ക് എന്ത് കൊണ്ടുവരാം? എക്സിന് എന്ത് ഇടാം? എക്സ് = 3 ഇടാം. എക്സിന് 3 ഇട്ടാൻ എന്ത് വരും? അതേപോലെ ഇപ്പം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാം. 3 × 3 അല്ലേ? എന്ത് പറയാം? 3 × 3 - y = എന്തുവാ? = 0. അതിൽ നിന്ന് എന്ത് വരും? y = 9. അപ്പോൾ അവിടെ ഒരു പെയർ ഉണ്ടാകും. പെയർ എന്താണ്? എക്സിന് 3 ആണെങ്കിൽ 3, 9. അതേപോലെ 4 ഇടുവാണെങ്കിൽ എന്ത് വരും? അപ്പം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 1 ഇട്ടാൽ 3, 2 ഇട്ടാൽ 3, 2 ഇട്ടാൽ 6, 3 ഇട്ടാൽ 9. അടുത്ത് എന്ത് വരും? 4 ഇടുവാണെങ്കിൽ 4, 12. അടുത്ത് എന്ത് വരും? 5 ഇടുവാണെങ്കിൽ 5, 15 ആയിരിക്കും. Five, 15. Four, 12. അടുത്തത് 5, 15 ആയി. ഇവിടെ 5, 15 ആകുമ്പോൾ 15 സെറ്റ് എയിലില്ല. കാരണം സെറ്റ് എയിൽ 14 വരെ ഉള്ളൂ. അപ്പം പെയർ എന്ന് പറയുന്നത് 1, 3 വരാം, 2, 6 വരാം, 3, 9 വരാം, 4, 12 വരാം. 5 വരുമോ? ഇല്ല. 5 ഇടുവാണെങ്കിൽ 15 ആണ്. 15 ഇല്ല. എവിടെ ഇല്ല? നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എയിലില്ല. അപ്പോൾ ഇവിടെ പെയർ എന്തൊക്കെയാ? 1, 3. അടുത്തെന്ത് വരും? 2, 6. 3, 9. 4, 12. 5, 15 ഇല്ല. കാരണം സെറ്റ് എയിനകത്ത് 14 വരെ ഉള്ളൂ.
നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ആൻസറിലേക്ക് വന്നിട്ടില്ല. റിലേഷൻസ് ആറിൻ്റെ റോസ്റ്റർ ഫോം എഴുതിയെന്നേ ഉള്ളൂ. ഇപ്പം ഈ റോസ്റ്റർ ഫോമിൽ നിന്ന് വേണം നമുക്കിത് റിഫ്ലക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ റിഫ്ലക്സീവ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്താണ് റിഫ്ലക്സീവ്? എ ഉണ്ടായിരിക്കണം. എല്ലാ എലിമെൻസും, എയിലുള്ള എല്ലാ എലിമെൻസിനും അത് കണ്ടീഷൻസ് നിർബന്ധമാണ്. അങ്ങനെ ആയെങ്കിൽ ആറിന് റിഫ്ലക്സീവ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ 1,1 ഉണ്ടോ എന്ന് നോക്കി, ഇല്ല. മിനിമം ഒന്നില്ലെങ്കിൽ തന്നെ അത് റിഫ്ലക്സീവ് അല്ലാതാകുക. ഇപ്പോൾ വേണമെങ്കിൽ അടുത്ത് എടുക്കാം. 2,2 ഉണ്ടോ? ഇല്ല. സ്വാഭാവികമായിട്ട് റിഫ്ലക്സീവ് ആണോ? അല്ല. ഇപ്പോൾ റിഫ്ലക്സീവ് അല്ലെന്ന് നമ്മൾ ഉറപ്പിച്ചു. ഇനി അടുത്തത് സിമെട്രിക് ആണോ എന്ന് നോക്കാം. അപ്പോൾ എഗെയിൻ നമ്മൾ ആ പഴയ ഡെഫിനിഷനിലേക്ക് തന്നെ പോകും. സിമെട്രിക് സിമെട്രിക്കിന്റെ ഡെഫിനിഷൻ ഇതാണ്. എ ബി ആറിലുണ്ടെങ്കിൽ ഇഫ് ബി എ ഉണ്ടായിരിക്കണം. ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഇത് ബോധർ ചെയ്യണ്ട. ഇവിടെ ഉണ്ടായി ഇവിടെ വരാതിരിക്കുവാണെങ്കിൽ സിമെട്രിക് അല്ല. ഇവിടെ വരികയാണെങ്കിൽ ഇത് സിമെട്രിക് ആണെങ്കിൽ ബി എ വന്നിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓരോന്നും എടുത്ത് നോക്കാം. നേരത്തെ റിഫ്ലക്സീവ് എന്ന് പറയുന്നത് ഈ സെറ്റിലുള്ള ഓരോ എലിമെന്റ് ആ എലിമെന്റ് ആയിട്ട് പരിശോധിച്ചാൽ മതി. അത് റിഫ്ലക്സീവ് അല്ലെന്ന് നമ്മൾ കൺഫേം ചെയ്തു. ഇനി സിമെട്രിക് ആണോ നോക്കാൻ വേണ്ടി ഈ റിലേഷൻസ് ആറിൽ തന്നെ നോക്കാം. 1,3 ഉണ്ട്. 3,1 ഉണ്ടോ? ഇല്ല. അതിൽ ഒരെണ്ണം ഇല്ലെങ്കിൽ അത് സിമെട്രിക് അല്ല. പിന്നെ അടുത്തത് നോക്കുകയോ വേണ്ട. എന്നാലും നമുക്ക് നോക്കിപ്പോ 2,6 ഉണ്ട്. 6,2 ഇല്ല. സ്വാഭാവികമായിട്ട് ബാക്കിയുള്ള എല്ലാത്തിനും അത് തന്നെയാണ്. അപ്പൊ ഇത് സിമെട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ട്രാൻസിറ്റീവ് ആണെങ്കിൽ എന്തുവാ നോക്കിക്കുക. ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻസ് ഇതാണ്. ട്രാൻസിറ്റീവ് എ ബി സി ഉണ്ടാവുകയാണെങ്കിൽ എ സി ഉണ്ടായിരിക്കണം. അതായത് 3,4 4,5 ഉണ്ടായി. എന്തുണ്ടായിരിക്കണം? 3,5 ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്കിവിടെ കണ്ടിന്യൂ ആയിട്ടുള്ള എലിമെന്റ്സ് 1,3 ഉണ്ട്. 3,9 കണ്ടോ? ഒരു പേരുണ്ട്. കാരണം ഇവിടെ 3 തീരുന്നു, അത് 3 തന്നെയാണ് തുടങ്ങുന്നത്. ഇത് രണ്ടും ട്രാൻസിറ്റീവിന് പറ്റിയ പേരാണ്, ട്രാൻസിറ്റീവിന്റെ പേര്. പക്ഷേ അവിടെ 1,3 3,9 ഉണ്ടായി. എന്തുണ്ടായിരിക്കണം? 1,9 ഉണ്ടായിരിക്കണം. 1,9 ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ അത് എന്തുവാ? ട്രാൻസിറ്റീവ് ആണോ? അപ്പം ഈ ക്വസ്റ്റ്യൻ ഫ്ലെക്സീവ് അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്തെഴുതാം? നോട്ട് എന്തെഴുതാം? റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇത് റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് അല്ല. ഇനി നമുക്ക്